ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന പലർക്കും വളരെ പരിചിതമായ വിഷ്വലാണിത്. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മളിങ്ങനെ സാറ്റലൈറ്റ് വ്യൂയിലൂടെ സൂം ചെയ്ത് പോകുന്നത്. ഇത് സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വർക്കിലൊന്നായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും മെഷർമെൻറ്റ് വിഷ്വലാണ് നമ്മളീ കാണുന്നത്. ആഴ്ചയിലെല്ലായ്പ്പോഴും നമ്മൾ ഈ വിഷ്വലിലൂടെ മെഷർമെൻ്റ് എടുത്ത് ഇത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. പക്ഷേ ഈ ആഴ്ചയിൽ വിഷ്വലാവട്ടെ വളരെ ക്ലൗഡ് നിറഞ്ഞ ഒരു ചുറ്റുപാടാണ് നമ്മളീ കാണുന്നുണ്ടോ. എല്ലാ പ്രാവശ്യവും വളരെ ക്ലിയർ ആയിട്ട് വിഷ്വൽ കിട്ടുന്നെങ്കിൽ ഈ ആഴ്ച വളരെ ക്ലൗഡാണ്. ഞാൻ ഡേറ്റ് കാണിക്കാം. 22/4/2024 അതായത് 3 ദിവസം വരെയുള്ള വിഷ്വലാണ് നമ്മളീ കാണുന്നത്. എന്നാലും നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും യാർഡ് എക്സ്റ്റൻഷൻ്റെയും മെഷർമെൻറ്റിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയെന്നുള്ളതാണ്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യം 2960 മീറ്ററാണ്. അതിൽ എത്രത്തോളം മീറ്റർ കംപ്ലീറ്റ് ആയി നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റ് ഈ ക്ലൗഡിലായാലും നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. നമ്മളെ മുന്നിൽ കാണുന്ന 2960 മീറ്റർ ബ്രേക്ക് വാട്ടറിൻ്റെ ഫസ്റ്റ് ഫേസ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ബ്രേക്ക് വാട്ടറിന് വേറെ എന്തെല്ലാം വർക്കുകളുണ്ട്, അത് എത്രത്തോളം കംപ്ലീറ്റ് ആയി നമുക്ക് നോക്കാം. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 100% കംപ്ലീറ്റ് ആയി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഈ 2 സൈഡും ബലപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള, ബ്രേക്ക് വാട്ടർ പൂർണ്ണ രൂപത്തിൽ ബലപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ഫില്ല് ചെയ്യുന്നതും ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ ഈ കാണുന്ന വൈറ്റ് പോർഷനാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് അത് എത്രത്തോളം മെഷർമെൻറ്റ്, നമുക്ക് ഈ മെഷർമെൻറ്റ് നോക്കാം എത്രത്തോളമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. 85 മീറ്ററോളമാണ്. ഇനി നമുക്കിവിടെ ഈ ക്ലൗഡിൻ്റെ ഇടയിൽ കൂടി കാണാൻ പറ്റുന്ന 85 മീറ്ററാണ്. അതായത് ഏതാണ്ട് 70-75 മീറ്ററോളം കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയുണ്ട്. കാരണം ഇത് 3-4 ദിവസം മുന്നേ ഉള്ള വർക്ക് അപ്ഡേഷനാണ്. ഇനി ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ആയെന്ന് വ്യക്തമായിട്ട് പറയാവുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 95% അല്ലെങ്കിൽ 98% ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ ബ്രേക്ക് വാട്ടർ 100% കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി അടുത്ത് നമുക്കറിയേണ്ടത് നമ്മൾ ഈ കാണുന്ന ബെർത്താണ്. ബെർത്ത് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ചെറിയൊരു മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഏതാണ്ട് 720 മീറ്റർ. നമുക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ടുള്ളത് 800 മീറ്ററാണ്. അതിൽ 720 മീറ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ മെഷർമെൻറ്റിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വെറും 80 മീറ്റർ കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ ബെർത്ത് പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് കംപ്ലീറ്റ് ആവും. ആ വർക്കുകളാണ് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാനുള്ളത്. ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ ഒരു കണക്ഷൻ റോഡാണ്. അതായത് പോർട്ടും NH66 തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ റോഡാണ്. ക്ലൗഡ് ആണെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കത് മനസ്സിലാകും എവിടെ കൂടിയാണ് റോഡ് പോകുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇങ്ങനെയാണ് NH66 റോഡ് കണക്റ്റ് ആവുന്നത്. ഏതാണ്ട് 1900 മീറ്ററോളമാണ് പോർട്ടും നമ്മുടെ NH66 തമ്മിലുള്ള കണക്ഷൻ റോഡ്. അതിൽ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടം വരെ ഏതാണ്ട് 248 മീറ്ററാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ പോർഷനും വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇതും വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ NH66 പോർട്ടും തമ്മിലുള്ള കണക്ഷൻ റോഡ് കംപ്ലീറ്റ് ആയി. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് പോകുന്ന പോർട്ടിലെ ഏറ്റവും വലിയ 3ാമത്തെ വർക്കായ അതായത് ബെർത്തും ബ്രേക്ക് വാട്ടറും കഴിഞ്ഞ് കഴിഞ്ഞാൽ യാർഡ് എക്സ്റ്റൻഷൻ വർക്കിലേക്കാണ് അടുത്ത് പോകേണ്ടത്. പക്ഷേ ഹെവി ക്ലൗഡായ കാരണം നമുക്കതിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. അതിൽ മെഷർമെൻറ്റ് പോയില്ലെങ്കിലും നമുക്കത് വ്യക്തമാണ്. കാരണം ഇപ്പോൾ ട്രഡ്ജറുടെ ഓസൊക്കെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് ആ ചുവന്ന പോർഷൻ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതിനർത്ഥം ഇനി ഈ പറയുന്ന ഫസ്റ്റ് ഫേസിൽ നമ്മൾ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള നാച്ചുറൽ സാൻഡിൻ്റെ ആവശ്യമില്ല, അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ പറയുന്ന ഇൻ്റർലോക്ക് ഇട്ട് യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകൾ പൂർത്തിയാവുന്നതായിരിക്കും. ആ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. പക്ഷേ ഹെവി ക്ലൗഡായ കാരണം ആ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ആ മെഷർമെൻറ്റ് ഉൾക്കൊള്ളിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.